ഇപ്പോൾ ടി കെ ഹംസ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടി കെ ഹംസ, ഇവിടെ അൻവർ രാജിവെച്ചിരിക്കുന്നു. അൻവർ വലിയ തരത്തിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. കേരളത്തിൽ പിണറായിസത്തിനെതിരെയാണ് അൻവറിൻ്റെ പോരാട്ടം എന്ന തരത്തിലൊക്കെ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല, അൻവർ ഇപ്പോൾ ഇന്ന് പറഞ്ഞത് രാജിവെക്കുന്നു, നിലമ്പൂരിൽ ഇനി മത്സരിക്കുന്നില്ല, പക്ഷേ അവിടെ VS ജോയിയെ മത്സരിപ്പിക്കണം. എങ്ങനെ കാണുന്നു താങ്കൾ ഈ അൻവറിൻ്റെ ഈ രാജിയെയും പിന്നീടുള്ള പ്രസ്താവനകളെയും? നിലമ്പൂരിൽ VS ജോയി, അവിടുത്തെ DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ ആള് പറയുന്ന ആള് വേറെ പാർട്ടിയല്ലേ? അല്ല, UDF മുമ്പിൽ വെച്ച ഉപാധിയാണ് അൻവർ. ആയിക്കോട്ടെ. പിന്നെ അൻവർ രാജിവെച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ ടി കെ ഹംസ, താങ്കൾക്ക് പറയാം. താങ്കൾ പറയുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കേരളം. പറഞ്ഞോളൂ. അൻവർ MLA സ്ഥാനം രാജിവെച്ചതിൽ യാതൊന്നും അത്ഭുതപ്പെടാനില്ല. അദ്ദേഹം ഒരുപാട് കാലമായി ഇങ്ങനെ മാറി 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 നടക്കുകയാണ്. എവിടെയാണ് ഗുണം എന്നോ ലാഭമെന്നോ നോക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സമീപനം. കോൺഗ്രസിൽ ഒരു കാലത്ത് നിന്നു, അന്ന് സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അതെല്ലാം വിട്ടൊഴിഞ്ഞ് വേറെ പല ബിസിനസ്സും നടത്തി അതിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് ഉണ്ടായി, ഫോറിൻ കച്ചവടം, പല കച്ചവടം, ഭൂമി കച്ചവടം ഒക്കെ കഴിഞ്ഞിട്ടാണ് സ്വതന്ത്രനായി നിന്നും മര്യാദയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ പാർട്ടി പിന്തുണയും കൊടുത്തു. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ജയിപ്പിച്ചു. പക്ഷേ ഒരു നന്ദിയും ഒരു സ്നേഹവും അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം പോകുമ്പോൾ പാർട്ടിയോ ഗവൺമെന്റോ ഒരു കുറ്റം ചെയ്തതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. ആകെ പറഞ്ഞൊരു കുറ്റം എന്താണ്? സ്വർണം കള്ളക്കടത്തുകാരെ കൊണ്ടോട്ടിയിലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അതിന് DGP സഹായം നിന്ന് കൊടുക്കുന്നു എന്നാ. കള്ളക്കടത്തുകാരെ അറസ്റ്റ് ചെയ്യാല്ലാതെ പിന്നെ വേറെന്താ ചെയ്യുക? അതിലെന്താ ഇദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതല്ലാത്ത ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അങ്ങനെ പോയി ഇവിടെ UDF ഒരുപാട് ബന്ധപ്പെടുത്തി അവിടെ കയറാൻ പറ്റുമോ നോക്കി. തമിഴ്നാട്ടിൽ പോയി DMK-യിൽ ചേരാൻ നോക്കി. അവരൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇവിടുത്തെ യാതൊരു വിവരം അറിയാത്ത, മലബാറിന്റെ രാഷ്ട്രീയം പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത തൃണമൂൽ കോൺഗ്രസിൽ പോയിട്ടാണ് ഇപ്പോ ബന്ധപ്പെട്ടിരിക്കുന്നത്. മമതാ ബാനർജിക്ക് കേരളത്തിന്റെ 4 അതിർത്തി അറിയോ? ഇവിടുത്തെ ജനങ്ങൾ അറിയോ? അവിടെ എന്തോ തെറ്റിദ്ധരിപ്പിച്ച് അവരൊരു ബന്ധം ഉണ്ടാക്കി. അവരുടെ പ്രവർത്തകനായി മാറണമെങ്കിൽ MLA ആവാൻ പറ്റൂല. MLA സ്ഥാനത്തിന് നടപടി വരും. ആ നടപടി വരുമ്പോൾ അടുത്ത കാലത്തൊന്നും മത്സരിക്കാൻ പറ്റൂല, ഡീബാർ വരും. ഇത് കണ്ടിട്ടാണ് അദ്ദേഹം രാജി കൊടുത്തത്. എന്തോ ദുരുദ്ദേശം മനസ്സിലുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെട്ടു എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ മാതിരി ആലാക്ക് വന്ന് കുടുങ്ങിയതിൽ നിന്ന് പാർട്ടി ഒരുപാട് പ്രയാസം അനുഭവിക്കാനുണ്ടായത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി കാര്യങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞ പോലെ ഇതൊരു ഹലാക്കാണെന്ന് തിരിച്ചറിയാൻ നേരത്തെ തന്നെ വൈകിയോ? ഒരു പക്ഷേ ഹലാക്കായിരുന്നു, താങ്കളുടെ വാക്കുകൾ തന്നെ എടുക്കുകയാണെങ്കിൽ. ഹലാക്കാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞുകൊടുമ്പോൾ നടപടി എടുക്കാൻ വയ്യല്ലോ. അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്, പിന്നെ ജോളിയാക്കുന്ന പല പരിപാടികളുമുണ്ട്. ആഫ്രിക്കയിൽ വരെ ബിസിനസ് ഉണ്ട്. ഈ മാതിരി ഒരു ഹലാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധപ്പെട്ടു പോകാൻ സാധിക്കില്ല. ഇതൊരു അബദ്ധം വന്നു പോയതാണ്. തിരിച്ചറിയാൻ കുറച്ച് താമസിച്ചു തന്നെ എനിക്ക് തോന്നുന്നത്. എങ്കിലും ഇപ്പൊ അദ്ദേഹം അത് തിരുത്തി നമ്മളെ രക്ഷപ്പെടുത്തി. അതായത് നേരത്തെ തന്നെ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണ്ണക്കടത്ത് പറഞ്ഞതുപോലെ എന്താണ് അൻവർ ഉന്നയിച്ച ആരോപണം? അവിടെ സ്വർണ്ണക്കടത്തുകാരെ പിടിക്കുന്നു എന്നുള്ളതാണ്. ഈ അൻവർ കഴിഞ്ഞ തവണ ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അൻവറിന് സ്വീകരണം നൽകിയ വണ്ടി ഓടിച്ചത് ഒരു സ്വർണ്ണക്കടത്തുകാരൻ, ഒരു ക്രിമിനലായിരുന്നു. അൻവറിന്റെ ചില ഇടപാടുകൾ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ഈ പിണറായി സർക്കാരിന്റെ കാലത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ MLA സ്ഥാനത്ത് ഇരുന്നു കൊണ്ടോ അങ്ങനത്തെ പരിപാടികൾ നടത്താൻ കഴിയില്ല. അത് സാധ്യമല്ല. അതാണ് അയാളും നമ്മളും തമ്മിലുള്ള തെറ്റ്. വേറെ യാതൊരു തെറ്റുമില്ല. ഏതായാലും ഇനിയിപ്പോ ഈ ശ്രീ ടി കെ ഹംസ ഏതായാലും ആ UDF-ലേക്ക് തന്നെയാണ് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുക ചെയ്തു. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി നേരത്തെ DMK-യിൽ ചെന്നു, അവിടെ അവർ അടുപ്പിച്ചില്ല. അടിപിഴച്ച അൻവറിന്റെ അടവുകളെല്ലാം പിഴയ്ക്കുകയാണ്. അതായത് ഇവിടുത്തെ UDF-ൽ ലീഗിലോ കോൺഗ്രസിലോ അദ്ദേഹത്തെ എടുക്കില്ല എന്ന് ബോധ്യമായപ്പോൾ
ഒരു വളഞ്ഞ വടി സംഘടിപ്പിക്കുകയാണ്. അതിനാണ് തമിഴ്നാട്ടിൽ പോയി DMK നോക്കിയത്. DMK തീർച്ചു പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് സഖ്യകക്ഷികളാണ്, നിങ്ങൾ എടുക്കുന്ന പ്രശ്നമല്ല അതുകൊണ്ട് പോന്നു. പിന്നെയാണ് ബംഗാളിൽ പോയത്. അയാൾ ദുബായ് പോകണമെന്ന് നമ്മളെ ബാക്കിയാണ്. ദുബായിൽ ഒരു പാർട്ടി ചേർന്നിട്ട് ഇവിടെ നടക്കായിരുന്നു നല്ലത്, എന്നാ പിന്നെ സംഘടിപ്പിക്കാൻ എളുപ്പമാണ്. ബംഗാളിലെ പാർട്ടിയും കേരളത്തിലെത്തി എന്താ ബന്ധമുള്ള? ഇവിടെ എന്ത് TMC ആണ്? ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ കാര്യം അവർക്കൊട്ട് അറിയൂല. അതിന്റെ ഒരു പ്രതിനിധി ഇവിടെ ഉണ്ടായതുകൊണ്ട് ഈ നാട്ടിൽ ഗുണമില്ല ദോഷമില്ല, അവർക്കും കിട്ടൂല. ഇതൊരു ഒരു ലാഭമില്ലാത്ത കച്ചവടം എന്നാണ് പറയാ. എന്തായാലും അവസാനമായി ഒരു വാക്യം പറയാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇയാൾ പോയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഞങ്ങളോട് പ്രതികരിച്ചതിന്